അങ്ങനെ ഒരു കത്ത് 995 ഒരു കൽപ്പനയായി മലങ്കരയിൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പരിശുദ്ധ സാക്കാപ്രഥമൻ പാത്രികീസ്വാവയുടെ കൽപ്പന. അന്ന് പള്ളിയിൽ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് പാത്രികീസ്വാവയുടെ കൽപ്പന വായിക്കുന്നത് നേരിട്ട് ഞാൻ കേട്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൂരത്ത് 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 മരുഭൂമിയിൽ വേണേ പോയി പാർക്കാം, എല്ലാം ഉപേക്ഷിക്കാം. 1995 ഞാൻ നേരിട്ട് കേട്ട കൽപ്പന. അതുകൊണ്ട് ആരും അങ്ങനെ അല്ലെന്ന് പറയണ്ട. ആ കൽപ്പന 995 പള്ളിയിൽ വായിക്കുന്ന ഞാൻ നേരിട്ട് കേട്ടാണ്. ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഒന്നാകൂ. ആരൻ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരൻ ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ഞാൻ കണ്ടു. ആരൻ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വർഗം, ഈ ഒരു കൂട്ടം, അത് എക്സ്ട്രോവേ ആരെങ്കിലും ആയിക്കോട്ടെ, അവന്മാരെന്ന് പറയുന്ന ആ ഒരു വർഗം വാ തുറക്കുന്നതേ പച്ച കള്ളം പറയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവും. ഇവന്മാർ വാ തുറന്ന കള്ളമേ പറയൂ. അത് ഇൻക്ലൂഡിങ് ഇവരുടെ മപ്രിയാന മുതൽ താഴോട്ടുള്ള ഒരു സാധാരണക്കാരൻ വരെ ഇതേ പറയൂ. നുണയല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇവർക്ക്. പറഞ്ഞു മനസ്സിലായോ? ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം ഈ പറയുന്നത് എന്താണ്, ഈ കൽപ്പന ഞാൻ കേട്ടു. ഇദ്ദേഹം പറയുന്നത് കേട്ടോ. എവിടെ കേട്ടു? ഏത് പള്ളിയിൽ കേട്ടു? എന്ന് കേട്ടു? 95. 95 ഈ കൽപ്പന പോലും വന്നിട്ടില്ല. 95 ഈ വിധി വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? 95 വിധി വന്ന ഉടനെ തന്നെ നമ്മുടെ പരിശുദ്ധ സഭയുടെ സിനഡ് എന്ത് തീരുമാനിച്ചെന്നറിയോ? ഈ യാക്കോബായ വിഭാഗവുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ തലവൻ ആരായിരുന്നറിയോ? അന്നത്തെ ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയായിരുന്നു. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിലാണ് ഈ സമിതി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ സമിതിയുടെ അധ്യക്ഷനായിരിക്കുകയാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ മാതൃ ഇടവക എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ നടമേൽ സെന്റ് മേരീസ് പള്ളിയാണ്. അറിയാൻ മനസ്സിലായി. അദ്ദേഹം ജനിച്ചു വളർന്നത് തൃപ്പൂണിത്തറ നടമേൽ സെന്റ് മേരീസ് പള്ളിയിലാണ്. അത് യാക്കോബായ വിഭാഗത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇദ്ദേഹം ഒരു ദിവസം എറണാകുളത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, കോട്ടയത്തിന് വരുന്ന വഴിക്ക് കാറ് ഡ്രൈവറോട് പറഞ്ഞു നേരെ അങ്ങോട്ട് കയറ്റി നിർത്താൻ പറഞ്ഞു. അവര് നേരെ തൃപ്പൂണിത്തറ നടമേൽ പള്ളിയിലോട്ട് പുള്ളിയെ കയറി ചെല്ലുക. അവന്മാർ കത്തിച്ച മെഴുകുതിരികളോടുകൂടി ഭക്ത്യാദരപൂർവ്വം ഇദ്ദേഹത്തെ സ്വീകരിച്ചു. അത്ര ലോക പ്രശസ്തനും പ്രഗത്ഭനുമായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയായിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കമ്മീഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഈ ഇവന്മാരെന്നറിയോ, റിവ്യൂ പെറ്റീഷൻ പോയി. ഈ 95 വിധിക്ക് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. എന്നിട്ട് ഇതിന്റെ അന്തിമ വിധി വരുന്നത് എന്താണെന്നറിയോ? 97 അന്ന് പെന്തക്കോസ്ത് തീട്ടക്കുഴിയിലായിരുന്നു എന്ന് പറയുന്ന ഇദ്ദേഹം ഇതെങ്ങനെ അറിയാനാണ്? ഇദ്ദേഹത്തിന് ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇതൊക്കെ. മനസ്സിലായി? ഇതെല്ലാം പച്ചക്കള്ളമാണ്. 97 വിധി വരുമ്പോഴാണ് സക്കാപ്രഥമ പാത്രികീസ് ബാബ ഇങ്ങനെ ഒരു കൽപ്പന അയച്ചത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതിൽ രസകരമായ സംഭവം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 95 ഈ കമ്മീഷന്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണ് ഈ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തത്. അദ്ദേഹം കാലം ചെയ്ത് 96 ഇദ്ദേഹത്തെ പഴയ സെമിനാരിൽ കബറടക്കി. 97 ഈ സക്കാപ്രഥമ പാത്രികീസ് ബാബയുടെ വിധി വരുന്നത്. ഈ വിധി കൽപ്പന വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? യാക്കോബായ വിഭാഗത്തിലുള്ള നല്ല മനുഷ്യർ മുഴുവൻ പേരും മലങ്കര ഓർത്തഡോക്സ് സഭ സ്വീകരിക്കാൻ തയ്യാറായി. അതിലൊന്നാണ് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത മിലിത്തിയോസ് തിരുമേനി, കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ അത്താനാസസ് തിരുമേനി, അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ നിക്കോളാസ് തിരുമേനി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അവരുടെ കൂടെ അസംഖ്യം അച്ഛന്മാരും ആ കൂട്ടത്തിൽ ഈ കാളികൂളി സംഘത്തിൽ പെട്ടുകിടന്ന സത്യം മനസ്സിലായവരെല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് മാറി. ഇത് തന്നെയാണ് 1958 സംഭവിച്ചത്. 58 സകല മനുഷ്യരും കൂടെ ചേർന്ന് സഭ ഒന്നായി കഴിഞ്ഞ് 72 കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ ഈ 58 വന്നവരിൽ പകുതി പേരും തിരിച്ചു പോയില്ല. അവർ പറഞ്ഞു, നോ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, അതാണ് മലങ്കര നസ്രാണി. ഞങ്ങൾ പൗരസ്ത്യ കാതോലിക്കായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് സ്വീകരിച്ചാണ്. അല്ലാതെ 12 വർഷം കഴിയുമ്പം തുണിമുക്കി കാണിക്കുന്നവനല്ല മലങ്കര നസ്രാണി. ഇത് പറഞ്ഞ് തിരിച്ചു പോകാത്തവരാണ് ഇടയനാൽ അച്ഛൻ, വെണ്ട്രപ്പള്ളി അച്ഛൻ, കോരുതുമൽപ്പാൻ അച്ഛൻ, മത്തായി നൂറിനാൽ അച്ഛൻ. ഞാൻ എത്രയോ അച്ഛന്മാരുടെ പേര് പറഞ്ഞു. ഇവരാരും പോയില്ല.
ഇതാണ് വാസ്തവം, ഇതാണ് സത്യം, ഇതാണ് ജനം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവന്മാര് പറയുന്നത് പച്ച കള്ളമാണ്. ആരാണ് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിപ്പോ ഈ അയച്ചു തന്ന വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ കള്ളമാണ്. കാര്യം അങ്ങനെ ആ കൽപ്പനയ്ക്കകത്ത് ഞാൻ മരുഭൂമിയിൽ പോയി തപസ്സനുസരിച്ചോളാമെന്നൊന്നും ഈ പാത്രീർക്കീസ് പറയുന്നില്ല. എവിടെ പറയുന്നു? നോ. ഇത് ഇവർക്കിപ്പോ പറ്റിയ എന്നാന്നറിയോ? അതായത് ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ജനത്തെ പറ്റിക്കുന്നവരാണ് ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാർ. മനസ്സിലായില്ലേ? പാവം പിടിച്ച ജനത്തിന് ഇതിന്റെ അർത്ഥം അറിയാൻ മേലാത്തത് കൊണ്ട് അവരെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് 10% എന്താ പറയുന്ന ഈ തുക അടിച്ചു മാറ്റുന്ന, ദശാംശം അടിച്ചു മാറ്റുന്ന ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ. ഈ ദശാംശം അങ്ങനെ ഒരു സംഭവമേ പുതിയ നിയമസഭയിൽ ഇല്ല. ഉണ്ടെന്ന്, അത് വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നവന്മാരായിരുന്നു ഇവന്മാര്. ഇത് അയാൾ തന്നെ പറയുന്നതാണ്, അല്ല ഞാൻ പറയുന്നല്ലോ കേട്ടോ. എനിക്കിപ്പം നിങ്ങൾ വിചാരിക്കുമ്പോ എനിക്ക് ഈ പുള്ളിയുടെ എന്തോ വ്യക്തിവിരോധം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. നോ, എനിക്ക് ഇദ്ദേഹം ആരാണെന്നോ അല്ലെ ഇദ്ദേഹത്തോട് എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിവിരോധം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. കാര്യം എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരാളല്ല അദ്ദേഹം. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിത് ഒന്നും കൂടെ നിങ്ങൾക്ക് സ്പഷ്ടമാക്കി തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല, കള്ളം മാത്രമേ പറയൂ. പറഞ്ഞു മനസ്സിലായി? അദ്ദേഹം അത് ബെന്തിക്കോസിലായിരുന്നാലും മലങ്കര സഭയിൽ അല്ലെങ്കിൽ യാക്കോബായ സുറിയാനി സഭയിലായിരുന്നാലും പച്ചക്കള്ളമാണ് ഇവന്മാർ പറയുന്നത്. ഇവന്മാർ വാ തുറക്കുന്നതേ കള്ളം പറയാനാണ്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി? അത് നമ്മൾ ജനത്തെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാര്യം മനസ്സിലായില്ലേ? ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് പോലെ മലങ്കര സഭയിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവര്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി? അന്ന് ഈ പാത്രീർക്കീസിന്റെ കൽപ്പന ശിരസ വഹിച്ച് ഇപ്പൊ 2027 ആകുമ്പോൾ ഈ തിരുമേനിമാരും ഈ വൈദികരും മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് യോജിച്ചിട്ട് 30 വർഷമാകാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നതിനാ ഞാൻ കേട്ടു, പച്ചക്കള്ളമാണ്. എവിടെയാണ് കേട്ടത്? കാര്യം 2017 ജൂലൈ ഓഗസ്റ്റോട് കൂടി ഓർത്തഡോക്സിലേക്ക് മാറി ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 25 വർഷം പെന്തക്കോസ്ത് തീട്ടക്കുഴിയിലായിരുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, 2017 25 വർഷമായെങ്കിൽ നിങ്ങൾ പുറകോട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 2017 നിന്ന് 10 വർഷം പുറകിലേക്ക് പോയാൽ 2007, അവിടുന്ന് വീണ്ടും 10 വർഷം കൂടെ പുറകിൽ പോയാൽ 97, അവിടുന്ന് വീണ്ടും 5 വർഷം കൂടെ പുറകിൽ പോയാൽ 92. ശരിയല്ലേ? അതായത് 1992 പെന്തക്കോസ്ത് പാസ്റ്ററായ അല്ലെ പെന്തക്കോസ്റ്റിൽ പോയ ഒരുത്തൻ 97 പാത്രീർക്കീസ് ബാവ അയച്ച കൽപ്പന ഞാൻ കേട്ടത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പൊ ആരാണ് മനസ്സിലായോ ഞാൻ പറയുന്നത് സത്യമാണെന്ന്? അതായത് ഇത് ഇപ്പൊ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇദ്ദേഹം 25 വർഷം തീട്ടക്കുഴിയിലായിരുന്നു. അത് പുള്ളി തന്നെ പറഞ്ഞാണ്. വീഡിയോ ഉണ്ട്, നമ്മുടെ വീഡിയോ തെളിവുണ്ട്. ഞാൻ 25 വർഷം പെന്തക്കോസ്റ്റിൽ പാസ്റ്ററായിരുന്നു. 25 വർഷവും അന്യഭാഷ പറയുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. വളരെ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇദ്ദേഹം ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നത്? ഇതാണ് ഇതിന്റെ വാസ്തവം. പറഞ്ഞു മനസ്സിലായോ? ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ പേരുണ്ടാക്കാൻ ശ്രമിക്കുക. മലങ്കര ഓർത്തഡോക്സ് സഭ കയറി പറ്റാൻ നോക്കി, ആ പരിപ്പ് അവിടെ വേഗം വിളിക്ക്. മനസ്സിലായി? കാര്യം മലങ്കര ഓർത്തഡോക്സ് സഭ സത്യസന്ധത ഉള്ളവരുടെ സഭയാണ് സാർ. നമ്മൾ സത്യം മാത്രമേ പറയൂ. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഈ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയില്ല. പരിശുദ്ധ നോയമ്പ് 50 ദിവസം നോയമ്പാണ്. ഇവന്മാരെന്നെ പറഞ്ഞ് ആദ്യത്തെ 10 ദിവസം അവസാനത്തെ 10 ദിവസം നോയമ്പുള്ളത്. എങ്ങനെയുണ്ട്? ഇവന്മാരാണ് പറയുന്നത് ഞങ്ങളാണ് സത്യവിശ്വാസികൾ. അതെന്താണ് ആ വിശ്വാസം? എന്താണ് നീ എന്ന് പറഞ്ഞു? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ദിവസം പാത്രീർക്കീസ്, അതായത് ഇപ്പോഴത്തെ പാത്രീർക്കീസ് ഈ പത്രോസ് പാറയാകുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചൊരു ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം ഇട്ടിട്ടുണ്ട്. ആ സെയിം പ്രസംഗം തന്നെ നമ്മുടെ കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത സേവ്യറിയസ് തിരുമേനി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് അലക്സ് ഇട്ടിട്ടുണ്ട്. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് ഇവന്മാർ പറഞ്ഞു നടക്കുന്നത്. പാത്രീർക്കീസ് അങ്ങനെ അല്ല പറയുന്നത്. മനസ്സിലായോ? പാത്രീർക്കീസ് പറയുന്നത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പോൾ ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ
പുത്രനായ മശിഹ ആകുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, അതായത് ഈ സത്യത്തിന്റെ, അതായത് ഈ ഒരു സത്യം, ഈ സത്യം നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, ദൈവമായ കർത്താവാണ്, അല്ല പിതാവായ ദൈവമാണ്. ആ സത്യമാകുന്ന പാറയുടെ പുറത്ത് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത്. ഏത്? ഈ കർത്താവ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ആ സത്യം. ഇത് പാത്രിക്കീസ് പറയുന്നത് നമ്മുടെ ഉണ്ട്. ഇതിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇവിടെ ഇട്ടതല്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഉമ്മാര് കള്ളം പറഞ്ഞ് എങ്ങനെയാണ് മനുഷ്യരെ പറ്റിക്കുന്നത്? ഇതുപോലെയാണ് ഈ 97 കൽപ്പനയുടെ കാര്യം. പച്ചക്കള്ളമാണ്. അന്ന് പാത്രിക്കീസ് പറഞ്ഞ കാര്യം ഇവൻ വളച്ചൊടിച്ച് ഞാൻ മരുഭൂമിയിൽ പോയി തപസ്സനുഷ്ഠിച്ചോളാം. ഏത് പാത്രിക്കീസ് എന്ന് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഇത്ര ദിവസത്തിനുള്ളിൽ സമാധാനം ഉണ്ടാക്കി സഭ ഒന്നാക്കി എന്നെ അറിയിക്കണമെന്നാണ് ആ കൽപ്പനയ്ക്കകത്ത്. അതിപ്പോ നമ്മുടെ പിന്നെ തൃശ്ശൂരെ തിരുമേനി പറയുന്ന വീഡിയോ ഞാൻ ഇവിടെ ഇടാം. പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് 1997 ഫെബ്രുവരി മാസം 26-ാം തീയതി അയച്ച ഒരു കൽപ്പന, അതിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുകയാണ്. We direct you to take immediate steps in order to execute the directions of the Episcopal Synod of the Jacobite faction and the Managing Committee, and inform us before March 10th, 1997 by fax, a number കൊടുത്തിട്ടുണ്ട്, to establish to the procedures to be taken by us for peace and unity in our church there. ഇത് 97-ൽ അന്ത്യോക്യ പാത്രിയർക്കീസ് അയച്ച കൽപ്പനയുടെ അവസാന ഭാഗമാണ്. പാത്രിയർക്കീസിനെ ആദരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഏതെങ്കിലും വിധത്തിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുള്ളവരാണ് എങ്കിൽ ഈ കൽപ്പന പണ്ടേ നടപ്പാക്കിയിട്ട് ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കേണ്ടിയിരുന്നതാണ്. ആ തൃശ്ശൂരെ തിരുമേനി അതനുസരിച്ച ആളാണ്. എന്നിട്ട് ഇപ്പൊ ഉമ്മാരി തൃശ്ശൂരെ തിരുമേനി തെറി പറയും. എങ്ങനെയുണ്ട്? പാത്രിക്കീസിന്റെ കൽപ്പന ശിരസാ വഹിച്ച് അത് അനുസരിച്ച തൃശ്ശൂരെ തിരുമേനിക്കും നിക്കോളാസ് തിരുമേനിക്കും അത്താനാസിസ് തിരുമേനിക്കാണ് ഇപ്പൊ കടക്കപ്പുറത്തില്ലാത്തത്. കഷ്ടം എന്നല്ലാതെ എന്താ പറയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇതിനെ നഖശികാന്തം എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം. ഇവന്മാർ വാ തുറക്കുന്നതേ കള്ളം പറയാനാണ്. ദാറ്റ്സ് ഇറ്റ്.